ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപകുമാരനെ കാണും. പഴയ മലയാള സിനിമയിലൊരു പാട്ടാണ്, ഫേമസ് പാട്ടാണ്. അതിലെ ആദ്യത്തെ വരി ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ള പേരുള്ള ഒരു സിനിമ വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് ബേസിലൊക്കെ അഭിനയിച്ച സിനിമ റിലീസ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞു. ഇന്നാണ് ആ സിനിമ കണ്ടത്. പ്രീ ലോഞ്ചിന് മുമ്പ് ഒരു എപ്പിസോഡ്, ഈ സിനിമ എങ്ങനെയാണ് മലയാളികൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമഡി ബേസ് ആണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. സിനിമ കണ്ട് ഒറ്റ വാക്കിലൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സാമാന്യം തരക്കേടില്ല. നമുക്കൊരു 2.5 മണിക്കൂറോളം ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് മാത്രം ആണ് പറയാൻ കഴിയുന്നത്. സൂപ്പർ കോമഡി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ജഗദീഷ് ശ്രീകുമാറോ അല്ലെങ്കിൽ പഴയുള്ള ജഗദീഷ് അല്ലെങ്കിൽ നമ്മുടെ പഴയ കോമഡി ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ മലയാള സിനിമയിലെ എവർഗ്രീൻ കോമഡി സിനിമകളൊക്കെ ഉണ്ട്, അങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ട ഒരു സിനിമയല്ല. പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയും, പൃഥ്വിരാജിനെ നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ബേസിലിൻ്റെ ചില ഒരു നാച്ചുറലായിട്ടുള്ള കുറച്ച് അഭിനയമുണ്ട്. നമുക്ക് ജയ 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 ഹേലായാലും കുഞ്ഞിരാം അങ്ങനെയുള്ള കുറച്ച് പടങ്ങളിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ആ പെർഫോമൻസ് ഇതിനും കാഴ്ചവെച്ചിട്ടുണ്ട്. പൃഥ്വി അങ്ങനെ ഒരു കോമഡി ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇതിനകത്ത് മോശമല്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു അളിയൻസ് എന്നുള്ള പേരിടാം, ഈ സിനിമയ്ക്ക് പേരിടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജിൻ്റെ അനന്തൻ എന്ന കഥാപാത്രവും ബേസിലിൻ്റെ വിനു രാമചന്ദ്രൻ എന്ന കഥാപാത്രവും ആണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ഫസ്റ്റ് ഹാഫിലുള്ള വലിയൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്, ഈ അളിയന്മാർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പൊതുവെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, ജീവിതത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും ഈ സിനിമയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് ശേഷം പക്ഷേ കഥയുടെ ഗതി അനുസരിച്ചിട്ട് ബേസിലിൻ്റെ വിനു എന്ന കഥാപാത്രത്തിൻ്റെ പഴയ കാമുകിയാണ് പൃഥ്വിരാജിൻ്റെ ഭാര്യ. അവർ തമ്മിൽ അസാരസ്യത്തോടെ ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുകയാണ്. അത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാകുന്നതോടുകൂടെ കഥയുടെ ഗതി മാറുകയും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയും പിന്നീടുണ്ടാവുന്ന കല്യാണം മുടക്കാനുള്ള കഥകളും, അത് ഒന്ന് ചെന്ന് ഒരബദ്ധത്തിൽ ചാടുമ്പോൾ മറ്റൊരബദ്ധത്തിൽ ചാടുക, അങ്ങനെ കല്യാണം മുടക്കികളുടെ ഒരു സംഗമമായിട്ട്, ഒരു സമ്മേളനമായിട്ട് ഈ കഥ പുരോഗമിച്ച് ഗുരുവായൂരിൽ ഈ കല്യാണം നടത്തിയാണ്. ഈ ബേസിലിൻ്റെ കഥാപാത്രം ഒരു ഘട്ടത്തിൽ പിന്മാറാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ വാശിയോടുകൂടി ആ കല്യാണം നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വലിയ സംഭവബഹുലമായ കഥയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, എത്ര ആൾക്കാരായി സിനിമയിൽ കയറി വരുന്നതെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ നിറയെ പേര് കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കഥ എഴുതിയ ദീപു പ്രദീപ് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കഥാപാത്രങ്ങളുടെ ഒരു ബഹളമാണ് സിനിമയിൽ കണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പിന്നെ പൃഥ്വിരാജ്, ബേസിൽ, നിഖില, അനശ്വര, ജഗദീഷ്, രേഖ, അഖിൽ, കുഞ്ഞികൃഷ്ണൻ, രമേശ്, ഇങ്ങനെ തുടങ്ങിയ ഒരു താരനിര തന്നെ, വലിയൊരു താരനിര. ബൈജു ഉണ്ട്, വലിയൊരു താരനിര. ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് പറയാം. കുറേ പേരെ നമുക്ക് പേരുകൾ തന്നെ അറിയില്ല, കാരണം അത്രമാത്രം പേര് വന്നുകൊണ്ട് അതൊരു ആകെ ബഹളമാണ്. ആ ബഹളത്തിൻ്റെ ഇടയിൽ കൂടെ ചില കോമഡികളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഏറ്റവും സൂപ്പർ കോമഡി എന്നോ നമുക്ക് ചിരിച്ച് കണ്ണു കപ്പുന്നോ തിയേറ്ററുകളിലാകെ ചിരിപ്പടക്കമായിരുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ല. കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ ഒരു നോർമൽ റിലാക്സ് ചെയ്ത് 2.5 മണിക്കൂർ നമുക്ക് സമയം പോകുന്നൊന്നും അറിയില്ല, അങ്ങ് കഴിഞ്ഞു പോകും, അത്ര തന്നെ പറയാൻ പറ്റും. പക്ഷേ എന്ത് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന ഭാഗം എടുത്തു പറയേണ്ട എഡിറ്റിംഗ് നന്നായിട്ടുണ്ട്. ജോൺ കുട്ടിയുടെ എഡിറ്റിംഗ് നന്നായിട്ടുണ്ട്. സംഗീതം അങ്കിത് മേനോൻ ചെയ്തതും വലിയ കുഴപ്പമില്ലാണ്ട് അത് നന്നായി നിർവഹിച്ചിട്ടുണ്ട്. സംവിധാനം പറഞ്ഞല്ലോ, വിപിൻ ദാസ് കുഴപ്പമില്ല. ജയ 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 ഹേയൊക്കെ സംവിധാനം ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അകലുന്നുണ്ട്. ഇതിലേറ്റവും നല്ല പെർഫോമൻസ് തന്നെ ബേസിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പിന്നെ പൃഥ്വിരാജ് ഈ ആടുജീവിതം കണ്ടതിന് ശേഷം കണ്ടൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പക്ഷേ ആ കഥാപാത്രം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിൽ എനിക്ക് അത്ര ബേസ് ഒരു പക്ഷേ പൃഥ്വിരാജിന് പറ്റിയൊരു മേഖല അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം. അതെൻ്റെ തോന്നൽ, വ്യക്തിപരമായ തോന്നലാണ്. പക്ഷേ അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കണ്ടിരിക്കാം 2 മണി. ഇതിൻ്റെ ക്ലൈമാക്സ് രംഗം, ആ കല്യാണം നടക്കുന്ന രംഗമൊക്കെ ഒരുപാട് ബഹളം നിറഞ്ഞതാണ്. അത് ഏതാണ്ട് നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിൽ ഇതേപോലെ തന്നെ പിന്നെ കല്യാണ രംഗമൊക്കെ ചിത്രീകരിച്ചതിനാണ്. ഗോഡ് ഫാദറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. താലിമാല എറിഞ്ഞ് അത് പലരുടെയും കൂടെ കൈകളിലൂടെ പോകുന്നതും, ആ കല്യാണം മുടക്കികൾ എല്ലാവരും കൂടെ ഈ താലിമാലയ്ക്ക് വേണ്ടി ഓടുന്നതും, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് മൊത്തത്തിൽ ആ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ് നിൽക്കുന്ന കുറേ രംഗങ്ങളാണ്. പഴയ സിനിമയിൽ നന്ദൻ എന്നുള്ള സിനിമയിലെ കഥാപാത്രം കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്ന, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന, അതൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് വന്നതെന്നറിയില്ല.
അത് ആ ഡയലോഗ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ രസമായോ ആസ്വദിച്ചോ പ്രേക്ഷകരെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തായാലും അതത്ര ഇഷ്ടമായി ഇല്ല എന്ന് തന്നെ പറയണം. അരോചകമായിട്ടാണ് തോന്നിയത്. അതൊന്നും പക്ഷേ ഈ മൊത്തത്തിൽ 2.5 മണിക്കൂറിൻ്റെ സിനിമയെ ബാധിക്കുന്നതല്ല കേട്ടോ. മൊത്തത്തിൽ അവിടെ മുളച്ചു നിൽക്കുന്ന ചില ഭാഗങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇതാണ് ഈ സിനിമയെ പറ്റി മൊത്തത്തിൽ എനിക്ക് തോന്നിയ വ്യക്തിപരമായ അഭിപ്രായം.